നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് അശോകന്റെ ബാബുക്കുട്ടി എന്ന ക്യാരക്ടർ ആ കോറിഡോറിൽ കൂടി നടന്നു വന്ന് കഥകളിൽ മുട്ടി ആൾക്കാരെ ഉണർത്തുന്ന സീനിലൂടെയാണ്. ഈ സെയിം സീൻ തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് ഇരുട്ട് സമയത്തും വരുന്നുണ്ട്, അത്യാവശ്യം പുലർച്ചെ വെട്ടമൊക്കെ വന്ന് തുടങ്ങിയ സമയത്തും വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു സീൻ ശ്രദ്ധിച്ചാൽ മുകളിലൊരു ട്യൂബ് ലൈറ്റ് ഉണ്ടാവും. ആദ്യത്തെ തവണ വരുമ്പോൾ അത് ട്യൂബ് ലൈറ്റ് നല്ല രീതിയിൽ കത്തി കിടക്കുന്നതായിട്ടും, രണ്ടാമത്തെ തവണ വന്ന് ബാബുക്കുട്ടി ഒരു ഫസ്റ്റ് ഡോറിൽ മുട്ടി തുടങ്ങുമ്പോഴത്തേക്ക് ഈ ട്യൂബ് ലൈറ്റ് മിന്നി തുടങ്ങും. ബാബുക്കുട്ടി കടന്നു വന്ന് ഇവിടെ വന്ന് ഫേസ് കഴുകുന്നത് വരെ ആ ട്യൂബ് ലൈറ്റ് മിന്നിക്കൊണ്ടേയിരിക്കും. പിന്നെ വീണ്ടും ബാബുക്കുട്ടി ആ ഒരു കോറിഡോറിലോട്ട് കയറുമ്പോഴത്തേക്കാണ് ട്യൂബ് ലൈറ്റ് വീണ്ടും മിന്നി തുടങ്ങുന്നത്. ആ ട്യൂബ് ലൈറ്റ് ഒരു റെപ്രസെന്റേഷൻ ആണ്. അതെന്ത് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ബാബുക്കുട്ടിയുടെ ഒരു തമാശ ഞാൻ പറയാം. ബാബുക്കുട്ടി ആദ്യത്തെ തവണ വന്നിട്ട് റൈറ്റ് സൈഡിലെ ഒരു റൂമിൽ കൊട്ടി, എടാ ജോണി എനിക്ക് നാളെ റേഷൻ കട തുറക്കാനുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ജെയിംസേ എണീക്ക് എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ തവണ വന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡില് നേരത്തെ ജെയിംസ് എന്ന് പറഞ്ഞ് കൊട്ടിയ കഥവിൽ ചെന്നിട്ടാണ് ജോണെ എണീക്ക് എന്ന് പറഞ്ഞ് കൊട്ടുന്നത്. അതോടൊപ്പം ഫസ്റ്റ് ടൈം വന്ന് മോനായി എന്ന് പറഞ്ഞ് കൊട്ടി വിളിച്ച കഥവിൽ ചെന്നിട്ടാണ് ഈ രണ്ടാമത്തെ തവണ വന്നിട്ട് എടാ ജെയിംസ് എണീക്കടാ എന്ന് പറയുന്നത്. ഇത് വെച്ച് നോക്കിയാൽ ഈ ബാബുക്കുട്ടി എന്ന ക്യാരക്ടറിന് സത്യത്തിൽ അവിടെ ആരാണ് ഏതൊക്കെ റൂമിലാണ് താമസിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ ഒന്നും ഇല്ല. ഇയാള് ചുമ്മാ ഉറക്കമില്ലാതെ പാതിരാത്രി ആൾക്കാരെ വിളിച്ച് ഉണർത്തി നാളെ ഈ റേഷൻ കട തുറക്കേണ്ട കാര്യമൊക്കെ പറഞ്ഞ് വിളിച്ചുണർത്തലാണ് ഇയാളുടെ ജോലി. യഥാർത്ഥത്തിൽ ഇവരെ ഗ്രൂപ്പിൽ ഒട്ടും ഉറക്കമില്ലാതെ പാതിരാത്രി എല്ലാവരും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറാണ് ബാബുക്കുട്ടി. ബാബുക്കുട്ടി ഇങ്ങനെ മെനക്കെട്ട് കഥവിൽ കടന്ന് കൊട്ടുന്നതുകൊണ്ടാണ് ജെയിംസ് പിന്നീട് പറയുന്നുണ്ട് എനിക്ക് സാധാരണ ഉറക്കം പ്രശ്നം വരാത്തതാണ്, പക്ഷെ ഇന്നലെ എന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ. കാരണം ഈ ബാബുക്കുട്ടി കിടന്നിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനി ട്യൂബിന്റെ വിഷയത്തിലോട്ട് വരാം. ഈ ട്യൂബ് ആരുടെയോ സ്വപ്നത്തെയോ ഉറക്കത്തെയോ റെപ്രസെന്റ് ചെയ്താണ് കാണിച്ചേക്കുന്നത്. കാരണം ഫസ്റ്റ് ടൈം വരുമ്പോൾ ആരുടെയും ഉറക്കം അത്രയും ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് ഉറക്കമോ സ്വപ്നമോ ഡിസ്റ്റർബ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ തവണ വന്ന് ഫസ്റ്റ് ഡോറിൽ കൊട്ടുമ്പോൾ തന്നെ ഈ ട്യൂബ് മിന്നി തുടങ്ങും. അതായത് അവിടെ കിടന്നുറങ്ങുന്ന ആരുടെയോ ഉറക്കം ഡിസ്റ്റർബായി തുടങ്ങി, അവരെ സ്വപ്നം തടസ്സപ്പെട്ടു തുടങ്ങി. അതായത് ബാബുക്കുട്ടി കൊട്ടി കഴിഞ്ഞ് ഈ കോഡോർ കഴിഞ്ഞ് ഇപ്പുറത്തെത്തി ഫേസ് വാഷ് ചെയ്ത് കുറച്ചു നേരം വരെ ഈ ട്യൂബ് ലൈറ്റ് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും അയാൾ ഉറക്കത്തിലോട്ട് പോയി എന്ന് കാണിക്കാൻ വേണ്ടി ട്യൂബ് ലൈറ്റ് നോർമലി കത്തുന്നു. എന്നിട്ടും കുറച്ച് കഴിഞ്ഞ് ബാബുക്കുട്ടി തിരിച്ച് ആ കോറിഡോറിലോട്ട് നടന്നു പോകുന്ന സമയത്ത് ആ ട്യൂബ് ലൈറ്റ് വീണ്ടും മിന്നുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ആ ഉണർന്ന വ്യക്തി വീണ്ടും ഉറക്കത്തിലോട്ട് പതിയെ പതിയെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂബ് ലൈറ്റ് കിടന്നിങ്ങനെ മിന്നുന്നത്. അതായത് ബാബുക്കുട്ടി ഈ ബഹളം വെച്ച് അയാളെ ഉണർത്തി. ബാബുക്കുട്ടി സൈലന്റ് ആയപ്പോഴത്തേക്ക് പതിയെ പതിയെ അയാൾ വീണ്ടും ഉറക്കത്തിലോട്ട് പോയി.